എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ ജോസഫ്. സെയിൽസിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനമാണ് സെയിൽസ്. ആ സെയിൽസ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? ആ സെയിൽസ് ഇല്ല എങ്കിൽ ഒരു ബിസിനസ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനം സെയിൽസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആ സെയിൽസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. ഇതിൽ കാണുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. ഞാൻ വർക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ ജോലിയിൽ ആയിരുന്നു. ജോലിയിൽ കഴിഞ്ഞു റിട്ടയറായി. അതിനു മുൻപ് തന്നെ സെയിൽസുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പല കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നു. സെയിൽസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സെയിൽസ്മാൻ എങ്ങനെയുള്ള ആളായിരിക്കണം, ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറിയിരിക്കണം, ആ സ്ഥാപനത്തിൽ എങ്ങനെ ബിസിനസ് മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇന്നിവിടെ പ്രധാനമായി പറയാൻ പോകുന്നു. അത് ആദ്യമായി ഒരു സെയിൽസ്മാന് വേണ്ടത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ആ സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആ സ്ഥാപനത്തിന് സെയിൽസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. രണ്ടാമത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കഴിവ്. അതായത് കസ്റ്റമറുടെ അടുത്ത് അവന് വിശ്വാസം വരുന്ന രീതിയിൽ, അവന് വിശ്വസ്തമായ രീതിയിൽ, അവന് വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതാണ്. അവനിൽ നിന്നുള്ള ട്രസ്റ്റ് പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ കഴിവിലൊന്ന്. മൂന്നാമതുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ടൈം മാനേജ്മെൻറ്റാണ് അതിലൊന്ന് ഏറ്റവും പ്രധാനം. അതിൻ്റെ അടുത്തത് നമ്മൾ ഐഡൻറ്റിഫൈ മാൻ. ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. എല്ലാവരുടെ അടുത്ത് പോയി ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിലേറ്റവും വലിയ മറ്റൊരു കാര്യം. അടുത്തത് അഞ്ചാമത് ആയിട്ടുള്ളത് ഡെമോൺസ്ട്രേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഡെമോൺസ്ട്രേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ അടുത്ത് നമ്മളുടെ ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം അവന് ബോധ്യപ്പെടുന്ന രീതിയിൽ, അവന് വിശ്വാസ്യമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡെമോൺസ്ട്രേഷൻ കൊണ്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പേയ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം പേയ്മെൻറ്റ്. അടുത്ത ഏഴാമതായിട്ടുള്ളത് നമുക്ക് വേണ്ടത് ക്ലോസിംഗ് സ്കില്ലാണ്. ക്ലോസിംഗ് സ്കില്ല് ആണ് ഏറ്റവും അതിൽ പ്രധാനപ്പെട്ടത്. നമ്മളുടെ സമയവും നമ്മളുടെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ഒരാളെ ബിൽഡ് ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ബിസിനസ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ പ്രവർത്തനം കൊണ്ട്, നമ്മളുടെ ആ സമയം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് വലിയ മെച്ചം ഉണ്ടാകത്തില്ല. വെറും വേസ്റ്റായി മാറുകയാണ്. ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു, എന്നാൽ മുഴുവൻ കാര്യവും അവതരിപ്പിക്കരുത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ അത്രയും സമയം പറഞ്ഞിരുന്ന കാര്യങ്ങളും എല്ലാം, നമ്മളുടെ സമയം വേസ്റ്റ്, നമ്മളുടെ ആരോഗ്യം വേസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേസ്റ്റായി മാറും. ആ വേസ്റ്റായി മാറാതെ നമുക്കത് നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്ത് ആ ബിസിനസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ
നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നം എന്താണ്, ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് ആ ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമ്മൾ അവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആ സ്കില്ലിൽ നമ്മൾ കസ്റ്റമറുടെ ഇമോഷൻ ബൂസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ കസ്റ്റമറിന് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കസ്റ്റമറോട് പെരുമാറേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നം കസ്റ്റമർക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണോ, അവനത് ഉപയോഗപ്രദമാണെന്നുള്ളത് അവനിൽ നമ്മൾ ഒരു പ്രതീതി ജനിപ്പിക്കണം. അതിനായി ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവും ബോധ്യവും ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം നമുക്ക് ഒരു കസ്റ്റമറെ കണ്ടെത്തുന്നതിനും അവൻ്റെ ഇമോഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഉൽപ്പന്നം നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഉൽപ്പന്നത്തിൽ സത്യസന്ധത നമ്മൾ പുലർത്തിയിരിക്കുന്നു. ഉൽപ്പന്നം വാങ്ങണം എന്ന ഒരു മനസ്സുണ്ടാകാൻ കസ്റ്റമർക്ക് കഴിയണം. കസ്റ്റമർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് കമ്പനിയെ കണ്ടിട്ടൊന്നുമല്ല, സെയിൽസ്മാനെ വിശ്വസിച്ചാണ് ഒരു കസ്റ്റമർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത്. അത് ഏതൊരു ആയിരുന്നാൽ തന്നെയും കമ്പനിയെ കണ്ടുകൊണ്ട് ഒരാളും ഉൽപ്പന്നം വാങ്ങുന്നില്ല. കമ്പനിയുടെ പേരറിയാം എന്നല്ലാതെ കമ്പനിയെ കണ്ടോ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടല്ല ഒരു കസ്റ്റമർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. ആ സെയിൽസ്മാനെ വിശ്വസിച്ചാണ് ഒരു കസ്റ്റമർ ഏതൊരു ഉൽപ്പന്നങ്ങളായാലും വാങ്ങുന്നത്. ആ കസ്റ്റമറോട് സത്യസന്ധമായി പെരുമാറുകയും അതോടൊപ്പം തന്നെ അവനിൽ വിശ്വാസ്യത ജനിപ്പിക്കുകയും കൂടി വേണം. കുറേ ഡയലോഗ് അടിച്ചതുകൊണ്ടൊന്നും ഒരു ബിസിനസ് വളരണമെന്നില്ല. സെയിൽസ്മാനെ സംബന്ധിച്ച് ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല, ആ ഉൽപ്പന്നത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയും അവൻ്റെ വിശ്വാസ്യത കൈവരിക്കുകയും എന്നുള്ളതാണ് പ്രധാനം. അയാളുടെ സ്വപ്നങ്ങൾ, ആ കസ്റ്റമറുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുകയും അദ്ദേഹത്തിൻ്റെ മറുപടികൾ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിരുചിക്ക് അനുസൃതമായി ഉൽപ്പന്നത്തെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഏറ്റവും മുൻഗണന നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പം വാങ്ങണം എന്നൊരു പ്രതീതി കസ്റ്റമറിൽ നമ്മൾ ജനിപ്പിച്ചിരിക്കണം. അതാണ് ഒരു ട്രസ്റ്റിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് കമ്പനിയെ കണ്ടിട്ടല്ല, സെയിൽസ്മാനെ കണ്ടുകൊണ്ടാണ് ഒരു കസ്റ്റമർ ഉൽപ്പന്നം വാങ്ങുന്നത്. ആ സെയിൽസ്മാൻ ആ കമ്പനിയുടെ പേര് പറയുന്നത് ഇന്ന കമ്പനിയുടെയാണ്, ഇന്ന ഉൽപ്പന്നങ്ങളാണ്, അതിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ ഗുണമേന്മയെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കസ്റ്റമറെ കൊണ്ട് ആ ഉൽപ്പന്നം എടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതിൽ വിശ്വാസ്യത, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്തില്ല എങ്കിൽ പിന്നീട് ആ സെയിൽസ്മാന് ആ വഴിക്ക് പോകേണ്ടി വരില്ല. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നതിൽ വിജയിച്ചാൽ കഴിവതും ഒരു 60% വിജയിച്ച് ഇരിക്കും. അതിൽ ആണ് ഏറ്റവും പ്രാധാന്യമായിട്ടും ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, വിശ്വാസ്യത. ആ വിശ്വാസ്യത പുലർത്തുന്നതിന് ഒരു സെയിൽസ്മാൻ എപ്പോഴും ബാധ്യസ്ഥനായിരിക്കും. നമ്മൾ ഒരു കസ്റ്റമറോട് ഇന്ന സമയത്ത് ചെല്ലും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് തന്നെ നമ്മൾ ചെന്നിരിക്കണം. കഴിവതും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നേരത്തെ ചെന്നിരുന്നു കഴിഞ്ഞാലും കുഴപ്പം തന്നെയാണ്.
ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ ഒരു സെയിൽസ്മാൻ പഠിച്ചിരിക്കണം. എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ്. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്, ഐഡൻറ്റിഫൈഡ് മാൻ. ഒരു കസ്റ്റമറെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന് നമ്മളുടെ ഉൽപ്പന്നം ആവശ്യമുണ്ടോ, പണം മുടക്കാൻ കഴിയുന്ന ആളാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഒരു കസ്റ്റമറെ കണ്ടിട്ട് കാര്യമുള്ളൂ. കസ്റ്റമറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവാണ്. അടുത്തത്, അഞ്ചാമതായിട്ട്, ഡെമോൺസ്ട്രേഷൻ സ്കില്ല് ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന്, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഡെമോൺസ്ട്രേഷനിലൂടെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം, ഇതെല്ലാം നമ്മൾ ഡെമോൺസ്ട്രേഷനിലൂടെ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ അദ്ദേഹത്തിന് നമ്മളുടെ ഉൽപ്പന്നങ്ങളിലേക്ക്, നമ്മളുടെ ഉൽപ്പന്നത്തിനോട് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത വരാൻ പറ്റുന്ന ഒന്നാണ് ഡെമോൺസ്ട്രേഷൻ. ആ ഡെമോൺസ്ട്രേഷൻ സ്കില്ല് ഒരു സെയിൽസ്മാന് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തത്, ആറാമത്, പേയ്മെൻ്റാണ്. ഇത്രയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും പേയ്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പേയ്മെൻറ്റ് സമയത്ത് ആയിരിക്കും ഈ കസ്റ്റമർ പറയുന്നത്, ഇപ്പോൾ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാനൊന്ന് വീട്ടിലൊന്ന് മറ്റുള്ളവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോ ഒഴിവ് കഴിവുകൾ പറയും. അത് നമുക്ക് ഇല്ലാതാക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. പേയ്മെൻറ്റ് ഏത് രീതിയിലാണെന്നുള്ളതും കൂടി നമ്മൾ അറിയണം. പേയ്മെൻറ്റ് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി നമുക്ക് തരാൻ കഴിവുള്ളയാളാണോ, പേയ്മെൻറ്റ് തരാൻ സാധിക്കുന്ന ആളാണോ നമ്മളുടെ കസ്റ്റമർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ പേയ്മെൻറ്റ് സ്കില്ലിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഏഴാമത്തത്, ക്ലോസിംഗ് സ്കില്ലാണ്. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരാളെ കാണാൻ പോയാൽ ക്ലോസ് ചെയ്തേ നമ്മൾ പോരാകും. ഇപ്പം എടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ആ ക്ലോസിംഗ് സ്കില്ലിൽ കൂടെ ഇക്കാര്യങ്ങൾ സ്വായത്തമാക്കാൻ ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. ഞാനൊരു സെയിൽസ്മാനായി വർക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് വേണ്ട ഏതാനും കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ചെറുതായ രീതിയിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നു.